വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വേറൊരു ടെർമിനോളജിയാണ് ബെഞ്ച് മാർക്കിംഗ് കേട്ടോ. മാറിപ്പോകാവുന്നതാണ്. നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠിക്കാൻ പറ്റും, നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് കഴിയും. ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സൂപ്പർ നോട്ട്സ് എന്ന സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലേ. അതായത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എക്സാമിന് ചോദിക്കാനും വളരെയധികം സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ വൺ ലൈനേഴ്സ് ആണ് നമ്മൾ ഇതിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നമ്മൾ ഒരു സബ്ജക്ട്സ് ഇടുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നമുക്ക് മാക്സിമം സ്റ്റുഡൻസും പറഞ്ഞിരുന്നത് നമ്മുടെ റിസർച്ച്, അതുകൂടാതെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഈ ടോപ്പിക്സിൽ നിന്നുള്ള വൺ ലൈനേഴ്സ് വേണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് ആണ് കേട്ടോ. ആക്ച്വലി ഇത് നിങ്ങൾക്ക് അറിയാലേ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും വളരെ ഡൗട്ട് അല്ലെങ്കിൽ വളരെയധികം കൺഫ്യൂസിങ്, വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നിന്ന് സാധാരണ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട് അല്ലെ. അത്രയും മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ കിട്ടാറുണ്ട്. അപ്പൊ എന്താ, നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഏരിയാസ് ഒക്കെ ആയിരിക്കും നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള കുറെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ അത് എല്ലാവർക്കും എഴുതാനായിട്ട് കഴിയും അല്ലെ. അപ്പൊ കുറെ ട്രിക്കി ആയിട്ടുള്ള, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല നല്ല റാങ്ക് മേടിക്കാനും നമുക്ക് പെട്ടെന്ന് ഗവൺമെന്റ് സർവീസിലേക്ക് കയറാനും കഴിയും അല്ലെ. ഇപ്പൊ നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റെ എക്സാം അല്ലെ, DME സ്റ്റാഫ് നഴ്സിന്റെ എക്സാമിന് ഇനി വളരെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ അല്ലെ. ഏകദേശം 50-52 ദിവസങ്ങളൊക്കെ വരുന്നുള്ളൂ അല്ലെ. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇനിയാണെങ്കിലും മതി, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു നല്ലൊരു ടൈം ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠിക്കാൻ പറ്റും, നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് കഴിയും കേട്ടോ. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം. അതായത് നമ്മൾ ആദ്യം നോക്കുന്നത് നഴ്സിംഗ് മാനേജ്മെന്റിന്റെ ജസ്റ്റ് ഡെഫിനിഷൻ പറയുകയാണ്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്താണ് നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? പ്രോസസ് ഓഫ് പ്ലാനിങ് അല്ലെ. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോൾ ദ നഴ്സിംഗ് റിസോഴ്സസ്. നമ്മുടെ നഴ്സിംഗ് റിസോഴ്സസിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു, പിന്നെ കൺട്രോൾ ചെയ്യുന്നു. ഇതിനെയാണ് നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് പറയുക. നെക്സ്റ്റ് പറയുന്ന ടേം പോസ്റ്റ് കോർബ് അല്ലെ. നമ്മൾ മാനേജ്മെന്റ് പഠിക്കുന്നത് മുതൽ കേൾക്കുന്ന ടേമാണ് ഈ പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആക്ച്വലി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലെ, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ആക്ച്വലി പോസ്റ്റ് കോർബ് എന്ന് പറയുക. ഇത് ആക്ച്വലി പ്രപ്പോസ് ചെയ്ത ആരാണ്? ലൂതർ ഗള്ളിക്ക് അല്ലെ. ലൂതർ ഗള്ളിക്കും കൂടാതെ എർവിക്ക്, URWICK, ലൂതർ ഗള്ളിക്കും ഒർവിക്കുമാണ് അല്ലെങ്കിൽ അർവിക്കാണ് ഇത് എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്ത് പോസ്റ്റ് കോർബ്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ വരിക? P stands for പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇതാണ് എന്താണ് പോസ്റ്റ് കോർബിന്റെ എക്സ്പാൻഷൻ വരുന്നത്. നെക്സ്റ്റ് ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് നിന്ന് ലീഡർഷിപ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ലീഡർഷിപ്പ്? അതറിയാം അല്ലെ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മളെ ഫോളോ ചെയ്യുന്നു അല്ലെ, അല്ലെങ്കിൽ നമ്മളെ അഡ്മയർ ചെയ്യുന്നു. അതിനാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുക. ഇതിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നാമതായിട്ട് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുക? ഇൻവോൾവ്സ് സെൻട്രലൈസിങ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ആർക്കാണ് അതോറിറ്റിയും ഡിസിഷൻ മേക്കിംഗ് പവറും ഒക്കെ വരിക? ഇവിടെ ലീഡറിനാണ് കേട്ടോ. ലീഡറിന് സ്വന്തമായിട്ട്, ലീഡറിന് മുഴുവനായിട്ട് എന്ത് വരുന്നു, സെൻട്രലൈസിങ്, അതായത് അതോറിറ്റിയും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് ആർക്കാണ്? ലീഡറിനാണ്. ഇതിലെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ കേട്ടോ. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പില് ലീഡറിനാണ് ഫുൾ കൺട്രോൾ വരിക. നെക്സ്റ്റ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. എന്താണ്? എൻകറേജസ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അറിയാലേ, ജനാധിപത്യം. അവിടെ ഈ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൽ എന്താ ചെയ്യുക? ഇവിടെ പിന്നെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രൂപ്പിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയായിരിക്കും മേജർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്തുക. നെക്സ്റ്റ് ലൈസീസ് ഫെയർ ലീഡർഷിപ്പ്. കേട്ടിട്ടുണ്ടാവില്ലേ ടെർമിനോളജി? ലൈസീസ് ഫെയർ ലീഡർഷിപ്പ് ഇവിടെ യൂസ് ഫ്രീഡം ടു എംപ്ലോയീസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങില് ഇവിടെ എംപ്ലോയീസിന് അല്ലെ, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് നമ്മൾ ഫ്രീഡം കൊടുക്കുകയാണ് ചെയ്യുന്നത് ലൈസീസ് ഫെയറിൽ. നെക്സ്റ്റ് വരുന്ന ഡെലിഗേഷൻ. എന്താണ് ഡെലിഗേഷൻ? ഇമ്പോർട്ടന്റ് ആണ്. ഡെലിഗേഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രോസസ് ഓഫ് അസൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു ദ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്തം കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ അതോറിറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉത്തരവാദിത്തം മാത്രമല്ല കൊടുക്കുന്നത്, അവർക്ക് അതിന്റെ അതോറിറ്റി കൂടെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഡെലിഗേഷൻ എന്ന് പറയുക. ഇവിടെ നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഡെലിഗേഷൻ എന്താണ്? അസൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു ദ സബോർഡിനേറ്റ്സ്. അതിനാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുക.
നെക്സ്റ്റ് സ്റ്റാഫിംഗ്, നമ്മൾ പോസ്റ്റ് കോർബിൽ കണ്ടു അല്ലെ സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുക? റിക്രൂട്ടിംഗ് ആൻഡ് അസൈനിങ് അപ്രോപ്രിയേറ്റ് പേഴ്സണൽ ടു ജോബ്. അതായത് നമ്മൾ ഒരു ജോലി ചെയ്യാൻ ആവശ്യമുള്ള വ്യക്തി അല്ലെ, ഒരു ജോലി ചെയ്യാൻ ആവശ്യമുള്ള വ്യക്തി അല്ലെങ്കിൽ പേഴ്സണലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട് ചെയ്യുന്നു. കൂടാതെ അവർക്ക് ചെയ്യാനുള്ള ജോലി നമ്മൾ എന്ത് ചെയ്യുന്നു? അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതിനാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുക. റിക്രൂട്ടിംഗ് ആൻഡ് അസൈനിങ് അപ്രോപ്രിയേറ്റ് പേഴ്സണൽ ടു ദ ജോബ്, ഇതിനാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക. ഇമ്പോർട്ടന്റ് ആണ്. ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ സ്റ്റുഡൻസിന് മാറിപ്പോകുന്ന ഒരു ഏരിയ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? ഔട്ട്ലൈൻസ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ജോബ് അല്ലെ. ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഡ്യൂട്ടി അയാൾ ചെയ്യണം, എന്തൊക്കെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് എഴുതുന്ന റിട്ടൺ ഫോമാറ്റ് ആണ് എന്താ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക. അപ്പൊ എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുക? ഔട്ട്ലൈൻസ് ദ ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ എ ജോബ്. ഇപ്പം ഒരു ജോബ് പറയുകയാണെങ്കിൽ അതിനെന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം എന്ന് സ്പെസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുക അല്ലെ. പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? ഇവാലുവേഷൻ ഓഫ് എൻ എംപ്ലോയീസ് ജോബ് പെർഫോമൻസ്. ഒരു എംപ്ലോയിയുടെ ജോബ് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുക. നെക്സ്റ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്താണ്? യൂസ് ഫോർ പർച്ചേസിംഗ് ലോങ് ടേം അസറ്റ്സ് അല്ലെ. ഇപ്പം ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള അസറ്റ്സ് മേടിക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുക. പർച്ചേസിംഗ് ലോങ് ടേം അസറ്റ്സ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ്. എന്താണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് എന്ന് പറയുക? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കവേഴ്സ് ഡെയിലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നമുക്ക് ഓരോ ദിവസവും റൺ ചെയ്യാനുള്ള എക്സ്പെൻസിനാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് പ്ലാനിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് അല്ലെ. സ്ട്രാറ്റജിക് പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആണ്. എന്താ വരിക സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ? ഔട്ട്ലൈൻസ് ലോങ് ടേം ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ്, ആ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് വേണം കേട്ടോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുക. ഔട്ട്ലൈൻസ് ലോങ് ടേം ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്, അതിനെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുക. നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ടേം ആണ് SWOT അനാലിസിസ് അല്ലെ. SWOT അനാലിസിസ് എന്താണ്? SWOTന്റെ എക്സ്പാൻഷൻ വരിക സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്. ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ആ ഓർഗനൈസേഷന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പുതിയ അവസരങ്ങൾ എന്തൊക്കെയാണ്, അവിടെയുള്ള ത്രെറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മോഡിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ഒരുമിച്ച് പറയുന്നതിനാണ് നമ്മൾ SWOT അനാലിസിസ് എന്ന് പറയുക. വേറൊരു ടെർമിനോളജിയാണ് ബെഞ്ച് മാർക്കിംഗ് കേട്ടോ. മാറിപ്പോകുന്നതാണ് ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്പയർസ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് വിത്ത് ബെസ്റ്റ് പ്രാക്ടീസ്. അതായത് ആ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുക കേട്ടോ. ആക്ച്വലി ഇതുപോലെ ഒരുപാട് ടെർമിനോളജീസ് നമ്മുടെ നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന് നമ്മുടെ റെഗുലർ ക്ലാസ്സിന്റെ കൂടെ തന്നെ ഇത് അവൈലബിൾ ആണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതല്ല അഡ്മിഷൻ എടുക്കുന്നില്ല എന്നെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിനുള്ള ദിവസം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.